ഞങ്ങളിന്ന് രാവിലെ കുളിച്ച് റെഡിയായിട്ട് ഞങ്ങൾ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പോയാലോ? പോകാം. ഓക്കെ, റെഡി. എന്തായാലും വണ്ടി എടുത്ത് ഞങ്ങൾ റോഡിലോട്ട് ഇറങ്ങി. റോഡിൽ വലിയ തിരക്കൊന്നുമില്ല, രാവിലെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. ഞങ്ങൾ ഹൈവേ കയറി. ഹൈവേയിലും തിരക്കില്ല. റോഡ് പണിയൊക്കെ നടക്കുന്നതിൻ്റെതായ ചെറിയ യാത്രാ തടസ്സങ്ങളുണ്ട്. റോഡ് പണിക്കുള്ള വാഹനങ്ങളാണ് അവിടെ കിടക്കുന്നത്, കണ്ടല്ലേ? ഫ്ലൈ ഓവറിൻ്റെയൊക്കെ പണി നടക്കുന്നേ ഉള്ളൂ. എപ്പോഴത്തേക്ക് തീരുമെന്നൊരു പിടുത്തമില്ല. നമ്മുടെ സർക്കാരുകളല്ലേ, ഫണ്ട് വേണ്ടേ? അപ്പം ഞങ്ങൾ ഓരോന്ന് പറഞ്ഞിതാ മുന്നോട്ട് പോയി ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിലേക്ക് അകത്തൂടെ ഞങ്ങൾ കയറി അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോവാണ്. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ മുരുകക്ഷേത്രങ്ങളിലൊന്നാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഞങ്ങൾ വണ്ടിയൊക്കെ വെച്ച് അമ്പലത്തിനകത്തേക്ക് കയറുവാണ്. അമ്പലത്തിനകത്ത് വെച്ചിട്ട് ഞങ്ങൾ യാദൃശ്ചികമായിട്ട് ഒരാളെ കാണാനിടയായി. അത് നമ്മുടെ സിനിമ, സീരിയൽ, ഡ്രാമ ആർട്ടിസ്റ്റായ APC ഹരിപ്പാട് ശ്രീലത മേഡം. അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതു. പുറത്ത് ചുറ്റമ്പലം വലമൊക്കെയാണ്. അപ്പോൾ ആദ്യം ഗണപതി ഭഗവാനെ തൊഴുതതിന് ശേഷം തിരുവമ്പാടി കണ്ണനെയാണ് ഞങ്ങൾ തൊഴാൻ പോയത്. ശ്രീകൃഷ്ണനെ തൊഴുത് ഭഗവാൻ സ്വാമി അയ്യപ്പനെ അയ്യപ്പ വിളിച്ച് അവിടെ നിന്ന് പൂങ്കാവനമൊക്കെ കണ്ട് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ വശത്തൂടെ വലത്ത് വെച്ച് ഞങ്ങളിതാ അങ്ങോട്ട് പോവാണ്. ഭഗവാന്റെ മണ്ണിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷവും ഒരു പ്രത്യേക ഊർജവുമാണ്. നടയുടെ വടക്കേ വശത്ത് വന്ന് ഭഗവാനെ തൊഴുതതിന് ശേഷം ഭഗവാന്റെ വാഹനമായ മയിൽ, അവിടെ ഏകദേശം 4 മയിലോളം ഉണ്ട്. 2 പെൺമയിലും 2 ആൺമയിലുമാണ്. ഇതിലൊരാൾ നമ്മളെ അടുത്തൊക്കെ വന്ന് നിന്ന് നമ്മളോട് മുട്ടിയിരുമിയൊക്കെ നിൽക്കുന്നുണ്ട്. 2 പേര്, ഒരാളങ്ങ് ദൂരെ മാറി നിൽക്കുകയാണ്, നമ്മളെ അടുത്ത് വരുന്നില്ല. അതിനെന്തോ കാലിനെന്തോ ചെറിയ പ്രശ്നമുണ്ട്, എന്താണെന്ന് ശരിക്കും കാണാൻ പറ്റുന്നില്ല. ഞങ്ങൾ അവിടെ നിന്ന് വന്ന് വണ്ടി അടുത്തേക്ക് വന്നു. ഒരാൾ നേരത്തെ ഹെൽമെറ്റൊക്കെ വെച്ച് നിൽക്കുകയാണ്, എപ്പോഴാണ് തെറ്റി വരുന്നതെന്ന് അറിയത്തില്ലല്ലോ. എന്തായാലും ഞങ്ങൾ തൊഴുത് തിരിച്ച് വണ്ടിയെടുത്ത് ഞങ്ങൾ 2 പേര് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. കാരണം തെറ്റി വരരുതല്ലോ, വീഡിയോ ഒക്കെ ഒരു വഴിക്ക് കിടക്കും. തെറ്റി വന്നു കഴിഞ്ഞാൽ നമ്മളെ നടക്കണ്ടേ. അപ്പോൾ അവിടെ നിന്ന് തൊഴുത് ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ ഇനി അടുത്ത ക്ഷേത്ര ദർശനവുമായി വീണ്ടും കാണാം. ബൈ ബൈ.